ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഭൂട്ടാനിൻ്റെ യാത്ര ആരംഭിക്കുന്നത് വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബുദ്ധ സ്റ്റാച്യുണ്ട് അവിടെ നിന്നാണ് കേട്ടോ. ഇതാണ് ബുദ്ധ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഒരുപാട് മിനി ബുദ്ധകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു അമ്പലമുണ്ട്. ഈ ബുദ്ധൻ ഇരിക്കുന്നതിൻ്റെ താഴെ ഒരു അമ്പലമുണ്ട്. അതിനകത്ത് ക്യാമറ അലൗഡഡ് അല്ല. അപ്പം നമ്മൾ ജസ്റ്റ് കയറി അതിൻ്റെ ഇതൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം സെയിം കഥകൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ടക്കിനിലോട്ടാണ്. ടക്കിൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ടക്കിൻ എന്ന് പറയുന്നത് ഇവരുടെ നാഷണൽ അനിമലാണ്. ഇവർ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ മാഡ്മാൻ ഉണ്ടാക്കിയ ഒരു മൃഗം എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പശുവും പിന്നെ വേറെന്തൊരു മൃഗത്തിൻ്റെയും കൂടെ ഒരു എന്താ ഹൈബ്രിഡ് ആണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പെണ്ണുങ്ങൾ മാത്രമായിട്ടുള്ള ഒരു മൊണാസ്ട്രിയിലോട്ടാണ് കേട്ടോ. ഇത് പെണ്ണുങ്ങൾക്ക് നണ്ണറി എന്ന് പറയും ഇതിനെ. പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആണുങ്ങളൊന്നുമില്ല. പെണ്ണുങ്ങളായിട്ടുള്ള മോങ്സ് മാത്രമേ കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ പോയിട്ട് എനിക്ക് ഈ അമ്പലത്തെക്കാളും ഭയങ്കരമായിട്ട് തന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ളൊരു വലിയ ഇങ്ങനെ വൂളൻ പട്ടിക്കുട്ടിയും പിന്നെ ഇവിടുത്തെ പേഴ്സിമോൻ്റെ മരവുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പേഴ്സിമോൻ്റെ മരം ഞാൻ നേരിട്ട് കാണുന്നത്. ഈ പട്ടി ഇങ്ങനെ കാണാൻ ചെറുതാണെങ്കിലും ഇവൻ എന്നെക്കാളും വലുതാട്ടോ, സൈസിലും വലുപ്പത്തിലും എല്ലാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ പേഴ്സിമോൻ. ഞാൻ ചോദിച്ചു കേട്ടത് പറിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇത് അവരുടെ ബുദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഫറിങ്ങിന് വേണ്ടി വളർത്തുന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ലൈഫിൽ ആദ്യമായിട്ട് നേരിട്ടൊരു പേഴ്സിമോൺ മരം കണ്ടപ്പോൾ ഞാനൊരു ലിസിക്കാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ആണുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വരാം, പക്ഷേ പെണ്ണുങ്ങൾ മാത്രമാണ് ഈ നണറിയിലുള്ളത്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് ഹൗസ് പോലത്തെ ഇവരുടെ ഒരു ഹൗസാണ് കേട്ടോ. ഭൂട്ടാനിലെ ഒരു ഹൗസാണ് ആ കാണുന്നത്. പിന്നെ നമ്മളിവിടെ നിന്ന് നേരിട്ട് പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇന്നത്തെ ഫുഡ് കുറച്ച് പ്രത്യേകതയുള്ള ഫുഡാണ് കണ്ടോ. പാത്രങ്ങളുടെയൊക്കെ ഷേപ്പ് നോക്കിക്കേ, എല്ലാം പൈൻ വുഡ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളാണ്. പിന്നെ എല്ലാത്തിലും ചീസുണ്ട് കേട്ടോ. പിന്നെ ഇവരെങ്ങനെ ഇത്രയും ഡിഷസ് അറ്റ് എ ടൈം കുക്ക് ചെയ്യുന്നതെന്ന് എനിക്കും ഉള്ള സംശയമാണ്. നിങ്ങൾക്ക് ആ സംശയം കാണും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനം, മുളകും ചീസും എന്ന് പറയുന്നത്. നമ്മൾ ദീപിക പൊതുക്കൂണൊക്കെ കഴിച്ച സാധനം. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ഒരു ബൗളുണ്ടാക്കി, അതായത് ഫുഡ് ബൗൾ ഉണ്ടാക്കി. ഇതുപോലെ എല്ലാവരും എടുത്തെടുത്ത് കഴിച്ചു. പിന്നെ ഇവിടെ കുക്കിങ്ങിൻ്റെ രീതി കാണിച്ചു തരാം. ഇതുപോലെ ഒരുപാട് സ്റ്റൗ ഇങ്ങനെ മഡ് ഉണ്ടാക്കിയ സ്റ്റൗ ഉണ്ടാകും. ഇതിൽ വെച്ചിട്ട് അവർ കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരിട്ട് പോയത് സിംപ്ലി ഭൂട്ടാൻ, അത് നിങ്ങൾ ഓൾറെഡി കണ്ടു. പിന്നെ നമ്മൾ പാറോയിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സിംപ്ലി ഭൂട്ടാൻ പോയത് കൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഫാം ഹൗസാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അവർ ഫാം ഹൗസിൽ പോകുമ്പോൾ എനിക്ക് പിന്നെ വീണ്ടും പൈസ കൊടുത്ത് ഫാം ഹൗസിൽ പോകാനുള്ള ഒരു ആഗ്രഹം ഇല്ലാത്തത് കാരണം പാറ ചുറ്റി ഞാൻ ഒറ്റയ്ക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഇത്രയും ക്ലീനായിട്ട് ഞാൻ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ചപ്പച്ചോറുകൾ അങ്ങ് ഇടത്തുമില്ല തുപ്പത്തുമില്ല, ഒന്നും ചെയ്യില്ല അവർ. അത്രയ്ക്കും ക്ലീനായിട്ട് കൊണ്ടുപോകും. ഇപ്പം നമ്മൾ നടന്നു പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പീരീഡ്സ് ആയി. അപ്പോൾ എനിക്ക് എന്തായാലും പാഡ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ റെസ്റ്റോറൻറ്റ് തപ്പിപ്പോകുന്ന പോക്കാട്ടോ. അപ്പോൾ ഇവിടെ സീബ്ര ക്രോസിങ് തപ്പിയിട്ടാണ് ഞാൻ പോകുന്നത്, കാരണം റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളത് ആ സൈഡിലാണ്. അപ്പോൾ ദൂരെ ഒരു സീബ്ര ക്രോസിങ് കണ്ടു. സീബ്ര ക്രോസിങ്ങിൽ കൂടെ മാത്രമേ ഭൂട്ടാനിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇവിടുത്തെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചോ നിങ്ങൾ, റെഡ് കളറിലായിരിക്കും ഇവരുടെ നമ്പർ പ്ലേറ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് മലയാളം പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താക്കി രണ്ടും കൽപ്പിച്ച് എണീറ്റ് പോയി അവരോട് സംസാരിച്ച ഒരു മലയാളികളായിരുന്നു. നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. കുറച്ചൊക്കെ സംസാരിച്ചിട്ട് വന്നു. ഇത് അത്യാവശ്യം നല്ലൊരു കഫേ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ബാത്റൂം സെറ്റപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് സ്ട്രോൾ ചെയ്യാൻ പോവുക, കാരണം എൻ്റെ കൂടെയുള്ളവർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവരെത്തുന്നവരെ എനിക്കിവിടെ നിൽക്കണം. ഇപ്പോൾ സമയം ഏകദേശം 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ക്യാമറയും തൂക്കി പിടിച്ച് നടക്കുന്ന കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കരുതി നമ്മുടെ ഗൈഡില്ലേ, ഗൈഡ് 3 പേർക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെറുതായിട്ട് വാങ്ങിക്കാമെന്ന് കരുതി നമ്മളത് തപ്പിയായിട്ട് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ലോക്കറ്റ് വാങ്ങി, പ്രോസ്പെരിറ്റിക്കും പിന്നെ കുറേ കാശ് കിട്ടാനും അവരങ്ങനത്തെ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 3 ലോക്കറ്റുള്ള ഒരു ലോങ് ചെയിൻ വാങ്ങിയിട്ടോ. എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഗൈഡുണ്ട് ജിമ്മി പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയായി. 5 മണിയായപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പാതിരാത്രിയായിരുന്നു. പാതിരാത്രി ആയില്ല. അപ്പോൾ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ റോഡ് സൈഡിൽ ഒരു ബെഞ്ചുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ബെഞ്ചുണ്ട് കേട്ടോ റോഡ് സൈഡിൽ. അപ്പോൾ ബെഞ്ചിലിരിക്കുക. പിന്നെ ഭൂട്ടാനിൽ പിച്ചക്കാർ ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ഉണ്ടാവാനാ? ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് വശമുണ്ട്. അവർ ഗൈഡിങ്ങിലാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം.